നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സഫലമാകാറുണ്ടോ? ധനം, സമ്പത്ത്, ഐശ്വര്യം, സുഖം ഇവയൊക്കെ നിങ്ങളിൽ എത്തുന്നത് പ്രാർത്ഥനയിലൂടെയല്ല. നിങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്ത നല്ല കർമ്മങ്ങളിലൂടെയാണ്, അതിൻ്റെ കർമ്മഫലങ്ങളിലൂടെയാണ്. കർമ്മത്തെയും അതിലൂടെയുള്ള കർമ്മഫലത്തെയും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ഈ മനസ്സിനെ നിയന്ത്രിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചെയ്യുന്ന കർമ്മം നല്ലതായാലും മോശമായാലും കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും കിട്ടും. കർമ്മഫലം നന്നാവണമെങ്കിൽ കർമ്മം നന്നാവണം. കർമ്മം നന്നാവണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവണം. ഇന്നു മുതൽ കണ്ടീഷണൽ പ്രാർത്ഥനകളൊക്കെ മാറ്റി നിർത്തി മനസ്സ് നന്നാവാൻ പ്രാർത്ഥിച്ചു തുടങ്ങാം. എൻ്റെ മനസ്സ് നന്നാവണേ എന്നൊരു ഒറ്റ പ്രാർത്ഥന മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. ഇത് നിബന്ധനകളൊന്നുമില്ലാത്ത സഫലമാകുന്ന പ്രാർത്ഥനയാണ്. ഇതിലൂടെ നിങ്ങളുടെ കർമ്മം നന്നാകാൻ തുടങ്ങും. നല്ല കർമ്മഫലം നിങ്ങളിൽ എത്തിച്ചേരും. നല്ല മനുഷ്യനായി തീരും. ഒരു നല്ല മനുഷ്യനായി തീരുക എന്നതാണ് എൻ്റെ മനസ്സ് നന്നാവണേ എന്ന പ്രാർത്ഥനയുടെ പൂർണ്ണത. ഒരു നല്ല മനുഷ്യന് മനസ്സമാധാനമാണ് അത്യാവശ്യം വേണ്ടത്. അതെന്നും നിങ്ങളിൽ ഉണ്ടാകും. സന്തോഷവും സമാധാനവും തകർക്കുന്നതൊന്നും തന്നെ നിങ്ങളുടെ കർമ്മഫലത്തിൽ ഉണ്ടാവില്ല. ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സ് സുന്ദരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവോഹം.